സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമ്മളെന്താണ് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പോവാന്നുള്ള രീതിക്കാണ് നിൽക്കണത്. പിന്നെ നിങ്ങൾക്കറിയാലോ മഴയും കാര്യങ്ങളൊക്കെ ആണ്, ഇച്ചിരി അതുകൊണ്ട് ശോകമാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഓരോരു സെറ്റപ്പ് ചെയ്യണുണ്ട്. ആദ്യമുള്ളത് നമ്മുടെ മറ്റേ റെയിനില്ലേ ഗൈസ്, ഏത് വെള്ളപ്പൊക്കം 2012 അതൊന്ന് റീക്രിയേഷൻ്റെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം. കയറി കാണണമെന്നുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഈ 2 ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച വിച്ചു നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വിച്ചുവിനെ ചിലവർക്കൊന്നും അറിയാൻ പറ്റില്ലായിരിക്കും, ഞാൻ വീഡിയോയിലൊന്നും കാട്ടിയിട്ടില്ല വിച്ചുവിനെ. ഓക്കെ, മച്ചാൻ മുംബൈയിലായിരുന്നു. ഞായറാഴ്ച അപ്പം എന്താണ് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ മഴയൊക്കെ കൂടി അവൻ്റെ അവിടെയൊക്കെ റെഡ് അലേർട്ട് ആയിരുന്നു. അപ്പം അവനെന്താണ് ഇവിടെ വന്ന് താമസിച്ചതായിരുന്നു ഒരു ഞായറാഴ്ച തൊട്ട് ഇന്നലെ വരെ താമസിച്ചായിരുന്നു, വ്യാഴാഴ്ച വരെ. അപ്പം ഇന്ന് രാവിലെ ഇപ്പം മച്ചാൻ പോയി നമ്മുടെ അവിടെ നിന്ന്. ഓക്കെ, ഇന്ന് രാവിലെ ഇപ്പം മച്ചാൻ്റെ കൂട്ടുകാരന്മാരെ കാണണമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഔട്ട് ഹൗസ് പോലെ അവന്മാർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താണ് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ രാവിലെ ആക്കി കൊടുത്താണ് ഇന്നലെ വെളുപ്പിനെ ഇപ്പോൾ ഒരു 5-5:30 എപ്പോഴാണ് പോയത്. ഓക്കെ, അപ്പം ഇന്ന് വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ വരുമെന്നാ പറഞ്ഞേക്കണം. എനിക്കറിയാൻ പാടില്ല കേസ്. ഓക്കെ, അവൻ്റെ ഉതിപ്പാണ്. എപ്പോൾ വരുന്ന അറിയാൻ പറ്റൂല. ചിലപ്പോൾ ഇവിടുന്ന് അമ്മ പോയി അവിടെ എത്താനാവുമ്പോഴായിരിക്കും അവൻ പറയണ ഇന്ന് വേണ്ട റാപ്റ്ററെ, നാളെ പോവാന്ന്. ഓക്കെ, നാളെ വരാന്ന്. അപ്പം അങ്ങനത്തേക്കുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ വിച്ചൂടെ കയ്യിൽ. കുറച്ച് കുരുത്തക്കേട് ഉണ്ട് അവൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പം എന്താണ് എൻ്റെ CPM-ലെ പേര് റാപ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കയറി ചെക്കൗട്ട് ചെയ്യണവർക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ വണ്ടി എടുത്തപ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ ഇത് ഇവിടെ കണ്ട ഗൈസ്, നല്ല ഇതുണ്ട്, മഞ്ഞൊക്കെ ഇറങ്ങിയേക്കണ ഇവിടെ. ഓക്കെ, രാവിലെ വണ്ടി എടുത്തപ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതെന്താണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ചെറുതായിട്ടൊരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി. കാണാൻ ഓടി പറ്റണല്ലോ ഗൈസ്. ഇവിടെയൊക്കെ നല്ല ഫോഗ് അടിച്ചിട്ടാണ്. ഇതുവഴി തന്നെയാണോ? അല്ല നോക്കണം ഗൈസ്, ഇതുവഴി തന്നെ നല്ല ഫോഗ് അടിച്ചിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിയുമ്പോ പിന്നെ വലിയ സീനില്ല. അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി കഴിയുമ്പോ ഓക്കെ, ഹൈവേയുടെ അവിടെ എത്തുമ്പോ വലിയ സീനില്ലെന്ന് തോന്നണം. ഓക്കെ, എന്നാലും ഒന്നും ഹൈവേയുടെ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഇച്ചിരി സീനാണല്ലോ. നമ്മളിപ്പോ വേറെ എങ്ങോട്ടല്ല ചായ പിടിക്കാൻ പോണം, നമ്മളെ കടയിലോട്ട് തന്നെയാണ് ചായ പിടിക്കാൻ പോണ, വേറെ എവിടെയുമല്ല. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ കടയിലോട്ട് എങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. അയ്യോ, ഈ വണ്ടിയൊക്കെ ശോകം ഗൈസ്. ഞാൻ മാത്രം വീട്ടില് ഒറ്റക്ക് നിക്കുമ്പോ ഒരു ബാഡ് അടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം വെച്ചുണ്ടായി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഇപ്പം വെച്ചാൻ പോയില്ലേ, അതിൻ്റെ ഒരു ചെറിയ മിസ്സിങ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ ഇന്നലെ വിളിച്ചു നോക്കി. ഇന്നലെ വെളുപ്പിന് 5 മണിയായപ്പോഴാണല്ലോ പോയ. അപ്പൊ രാത്രി ആയപ്പോഴൊക്കെ വിളിച്ചു നോക്കി. ഇന്നലെ ഞാൻ വേറൊരു സ്ഥലം വരെയും പോയിക്കണേ, അത് കഴിഞ്ഞ് ഒന്ന് രാത്രിയായി. അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയപ്പോ എന്താണ് മച്ചാൻ വന്നിട്ടെന്നാണ് പറഞ്ഞത്, ഇന്ന് രാത്രി വരും എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ അവന്മാര് കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ വണ്ടിക്ക് പോണം. പിന്നെ ഗൈസ് നമുക്ക് ഒരു പുതിയ ആളും കൂടി വരുന്നുണ്ട്. ഓക്കെ, സംതിങ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരാളും കൂടി വരുന്നുണ്ട്. അവന്റെ പേര് നന്ദു എന്നാണ്. മച്ചാൻ CPM കളിയനാണ്. മച്ചാൻ്റെ ഒരു കിണ്ണം വണ്ടിയുണ്ട്, മിനി കൂപ്പർ. പക്ഷില്ലേ പോലീസിന്റെ ആ ഒരു എഡിഷൻ ഇല്ലേ, ആ സംഭവം മനസ്സിലായ? പോലീസിന്റെ ആ ഒരു എഡിഷനായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. ഓക്കെ,
ഇതിൽ നമ്മ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും ഫോഗാണുള്ള ഫോഗ് അടിച്ചേക്കണാണ്. എല്ലായിടത്തും ഫോഗാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. അപ്പൊ അവനങ്ങനെ പോലീസിന്റെ ഒരു എഡിഷൻ ചെയ്തിട്ട് ആ വണ്ടി കാണാൻ നല്ല അടിപൊളിയുണ്ട്. മിനി കൂപ്പറിന്റെ. ഓക്കേ, ഞാൻ 2 ദിവസം ഞാൻ സിറ്റിയിലേക്ക് വന്നിട്ട്. 2 ദിവസമല്ല, കൊറേ ദിവസം അവനെ. കൊള്ളാല. ഇടയ്ക്ക് ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്താ മാതിരി ഞാൻ ചെയ്താണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അമ്മ വണ്ടി എന്തായാലും കൊടുക്കണമെന്ന് പാർക്ക് ചെയ്യട്ടെ. ചെറിയൊരു ലാഗ് ഉണ്ട് ഡോസ്. ഓക്കെ, അപ്ഡേഷൻ ഞാനിപ്പോ ചെറുതായിട്ട് ലാഗ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അയ്യോ ഇറങ്ങട്ടെ. അപ്പോ നമ്മളിത് നമ്മുടെ കടയിലാണ്. ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഡോസ്. ഓക്കെ, നൈസായിട്ട് ബാക്ക് ആവണ്ടേ ഓട്ടോമാറ്റിക്. പിന്നെ ഇവിടെ അമ്മ രണ്ടെണ്ണമില്ലല്ലേ, ഒരെണ്ണമുള്ളല്ലേ, ഒരു സപ്പോർട്ടിനെ വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് മാർക്കറ്റ് പ്ലേസ് എന്നും പറഞ്ഞിട്ടുള്ള സംഗതിയും ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഇത് നമ്മുടെ ബസ്സാണ് കേട്ടോ. ഓക്കെ, ബസ് ഞാനിവിടെ കൊണ്ടുവന്ന് ഇട്ടാണ്. ഗ്യാരേജിൽ കിടക്കാൻ സ്ഥലമില്ല ബസ്സിന്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇട്ടേക്കാണ് വണ്ടി. ഓക്കെ, കണ്ടോ. ഇപ്പൊ ഞാൻ എന്താണ് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ലോയാക്കി ഇട്ടേനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈസായിട്ട് ലാഗ് ഇല്ലാത്തത്. എന്നാലും അത്യാവശ്യം ഉണ്ട്, എന്നാലും ഇല്ല, കുറവാണ് ലാഗ്. ഓക്കെ, അപ്പോ എന്തായാലും ഇതൊക്കെ തന്നെയുള്ള പരിപാടി. കണ്ടന്റ് കിട്ടണല്ലോ, കണ്ടന്റ് ക്ഷാമമാണ് നമ്മുടെ അല്ലേ. കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഏത് വീഡിയോസ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കണ്ടന്റ് ഇല്ല, അതാണൊരു സീന്ന് വെച്ചാൽ. ടെഡി ഡോണറ്റ്സ്. ഓക്കെ, ഇവിടെ ഡോണറ്റ് കഴിക്കാൻ പറ്റുന്നവർക്ക് വരാം. ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മയൊക്കെ പിന്നെ ചില്ലല്ലേ. ഈ മച്ചാൻ ഇപ്പോഴും ഉണ്ടാ കണ്ടോ, സ്ലോ ഇതിലിട്ടേനാണ് ഞാൻ, അതുകൊണ്ടാണ് ഇച്ചിരി സീൻ. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മുടെ അടുത്ത് നേരത്തെ വിച്ചു വിളിച്ചിട്ടുണ്ടായി. വിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് വരാന്ന് പറഞ്ഞ്, ഇന്ന് തന്നെ വരൂന്ന് പറഞ്ഞ്. സമാധാനം ഇന്ന് തന്നെ വരുമെന്ന് പറഞ്ഞപ്പോ, കാരണം എന്താ വെച്ചാ ഞാൻ പെട്ടിക്കണ അവസ്ഥയിലായിരുന്നു. അവനും കൂടി വരുമ്പോ പിന്നെ ആ സീനിലല്ലോ, ആരും സംസാരിക്കാനില്ല, അങ്ങനത്തെ ഒരു സീൻ. അവനും കൂടി വരുമ്പോ സീൻ ഉണ്ടാവൂലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് എന്റെ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ. ഞാൻ ഫിലിം പോലെ എടുത്തേക്കാണ്. നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ വേറെയൊക്കെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 10K ആണ്. എന്തായാലും നല്ലൊരു 2K മതി. ഓക്കെ, 2K എന്തായാലും ഒന്ന് എത്തിച്ചേക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചേക്കിട്ടോ. ഓക്കെ, ഞാൻ രാവിലെ എടുത്തപ്പോ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് ഉണ്ടായി. പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും കാണണ്ടായില്ല. ഡിക്കമ്മ തുറന്നിട്ടുണ്ട്. ഇത് സാധനങ്ങൾ കയറ്റണം ഡിക്കിയിലോട്ട്, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകണം, മറ്റേ ഞം അടിക്കണം. അപ്പൊ നല്ല ഇത്രയുള്ള ഒരു ഡിസ്പ്ലേയിലേക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ ഒരു പണിയിലാണ്ട് വൈകുന്നേരം ഒരു ഈവനിങ് ഇതെടുക്കാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വേറെ ആരും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ചിലപ്പോ ഈവനിങ് രണ്ടോമാരുണ്ടാവും, അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, എന്തായാലും എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടുതലാണ് കുട്ടിവില കെട്ടപ്പേന്ന് ചോദിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫ്രണ്ട് പോയി അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട് പൊളിഞ്ഞ. ഓക്കെ, അപ്പൊ എന്തായാലും അത്രയുള്ള പുതിയൊരു വീഡിയോ ഇട്ടാണ്. ബൈ. ഓക്കെ.